കണ്ണൂർ ആറളത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ സംസ്കാരം ഇന്നലെയാണ് ഫാമിലി 13-ാം ബ്ലോക്കിൽ കാട്ടാന ആക്രമണത്തിൽ വെള്ളിയും ഭാര്യ ലീലയും കൊല്ലപ്പെട്ടത്. രാത്രി ഏറെ നേരത്തെ പ്രതിഷേധത്തിന് ഒടുവിലാണ് നാട്ടുകാർ മൃതദേഹം വിട്ടുനൽകിയത്. ആറളം പഞ്ചായത്തിൽ നിന്ന് BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു. എന്റെ മാമനെയും ഇന്ന് ആന കൊന്നു. ഇപ്പം നമ്മളൊക്കെ ജോലിക്ക് പോകുന്നതാണ്. നമ്മൾ പുറത്ത് ജോലിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടത്? ഇത് സുരക്ഷിതമായിട്ട് ഇവർ നോക്കണമെന്ന് പറഞ്ഞാൽ പോർഷുകാർ മാത്രമായി നോക്കണം. ഇവർ റോട്ടെ വെച്ച് വണ്ടി ഓടിച്ചോട് നടത്തിയാ തിരുത്തേണ്ട ആവശ്യം ഇവർക്കില്ല. അടുത്ത് വന്നാലും കണക്കാ, വലുത് വന്നാലും കണക്കാ. ആനയെ ഓടിക്കാൻ പറയുന്നുണ്ട്. ഏതാ ആനയെ ഓടിക്കുന്ന ഇവിടെ? മറ്റേ റവന്യൂ മന്ത്രി വരെ ഇവിടെ വന്നിട്ട് മറ്റേ പ്രസംഗിച്ച മറ്റേ ഇവിടെ തുടി ഇല്ല വന്നിട്ട് എന്നിട്ട് ഒരു സംരക്ഷണം ഇവിടെ ഇല്ല ആദിവാസികൾക്ക്. പറഞ്ഞു വന്ന് പോകുന്നല്ലാതെ പിന്നെ ഒരു വാഗ്ദാനം നമുക്ക് തന്നിട്ടില്ല ഇതുവരെ. സംരക്ഷണമായിട്ട് നമ്മളെ സംരക്ഷിക്കും, ഒന്നും വേണ്ട. എന്നുവെച്ചാൽ അവിടെ ഒരു കറണ്ട് ആക്കി തരുവാണെങ്കിൽ, കറണ്ട് ഒരു റോഡ് ഇതിലെ കൂടി ഒരു റോഡ് അതാക്കി തരുവാണെങ്കിൽ ആരെങ്കിലും പകല് വണ്ടി വിളിച്ചാൽ കറണ്ട് പോലും ഇല്ല. വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, വളരെ സംഘർഷഭരിതമായ ഒരു സാഹചര്യം. കാരണം വീണ്ടും ഇങ്ങനെ മരണങ്ങൾ ഉണ്ടാകുന്നു. എപ്പോഴാണ് ഈ ദമ്പതികളുടെ സംസ്കാരം? സ്ഥലത്തെ സ്ഥിതി ഇപ്പോൾ എന്താണ്? സംസ്കാര ചടങ്ങുകളുടെ സമയം ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഇന്നലെ ഏറെ രാത്രി വൈകിയാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് വിട്ടു നൽകിയത്. ആംബുലൻസ് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. പ്രധാനമായും നാട്ടുകാർ ആവശ്യം ഈ കാട്ടാന ശല്യത്തിനൊരു ശാശ്വത പരിഹാരം എന്നതിലൊരു ഉറപ്പ് വേണമെന്നതായിരുന്നു. പക്ഷെ ഉറപ്പൊന്നും തന്നെ നൽകാൻ ഇന്നലെ അധികാരികൾ തയ്യാറായില്ല. തലശ്ശേരി സബ് കളക്ടറും ഒപ്പം തന്നെ പേരാവൂർ MLA സണ്ണി ജോസഫ് അടക്കമുള്ളവർ സ്ഥലത്തെത്തി ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ പ്രശ്നപരിഹാരം ഉണ്ടായില്ല. പിന്നീട് കുടുംബത്തിൻ്റെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആംബുലൻസിലുണ്ടായിരുന്ന മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങളുള്ളത്. അവിടെ രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ആറളത്തെ അവരുടെ വീട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരിക. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വനം മന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് നേരിട്ട് ആറളത്ത് എത്തുന്നുണ്ട് എന്നതാണ്. സർവകക്ഷി യോഗം ആറളത്ത് ചേരുന്നുണ്ട്. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ട വെള്ളിയുടെയും ലീലയുടെയും കുടുംബാംഗങ്ങളെ മന്ത്രി സന്ദർശിക്കും. ഒപ്പം ഇന്ന് രാവിലെ കളക്ടറുടെ അധ്യക്ഷതയിൽ ഒരു യോഗം കൂടി ചേരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാട്ടാന ശല്യം പരിഹാരത്തിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക എന്നതാണ്. ഇപ്പോൾ തന്നെ ധാരാളം കാട്ടാനകൾ ഈ ആറളം ഫാമിനോട് ചേർന്ന പ്രദേശങ്ങളിലുണ്ട്. ആറളം ഫാം എന്ന് പറയുന്നത് ഒരു 7000 ഏക്കറോളം ഒരു സ്ഥലമാണ്. അത് ജനവാസ മേഖലയാണ്. അതിനോട് ചേർന്നാണ് ആറളം വന്യജീവി സങ്കേതം. അപ്പോൾ ഈ വന്യജീവി സങ്കേതത്തിൽ നിന്നും കാട്ടാന ധാരാളമായി ഈ ആറളം ഫാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്കാണ് അവിടെ ഈ ആന മതിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. ഏറെ നാളുകളായി തുടങ്ങിയ നിർമ്മാണ പ്രവൃത്തികളാണ്. അത് ഇഴഞ്ഞു നീങ്ങുന്നു എന്നതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. അപ്പോൾ ഈ ആനമതിൽ നിർമ്മാണം പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ ആനയ്ക്ക് ധാരാളമായി ഇവിടേക്ക് വളരെ എളുപ്പത്തിൽ ഫാമിലേക്ക് കടന്നു വരാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആറളം ഫാമിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 14 പേരാണ്, ഇന്നലത്തേതടക്കം 14 പേർക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് എന്നതാണ്. അപ്പോൾ ഈ 14 പേരുടെ ജീവൻ നഷ്ടമായിട്ടും ഈ ആനയുടെ ആക്രമണത്തിൽ നിന്നും ഒരു ജനവാസ മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. അങ്ങനെ ധാരാളം പേരുടെ കണ്ണീര് കണ്ട മണ്ണാണ് ആറളം. അവിടെയാണ് 2 പേർക്ക് കൂടി ജീവൻ നഷ്ടമായത്. ശക്തമായ പ്രതിഷേധം ഇന്നലെ ആറളത്ത് കണ്ടു. ഇന്നും സമാനമായ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP ആറളം പഞ്ചായത്തിൽ 12 മണിക്കൂർ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങൾക്കൊന്നും തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നില്ല. ഏതായാലും മന്ത്രി നേരിട്ട് ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. വൈകുന്നേരം 3 മണിക്ക് സർവകക്ഷി യോഗമുണ്ട്. മന്ത്രിയുടെ നേതൃത്വത്തിൽ ആ ചർച്ചകളൊക്കെ തന്നെ നടക്കും. നാട്ടുകാരുടെ ആവശ്യം ഈ ആനശല്യത്തിനൊരു പരിഹാരം വേണമെന്നതാണ്. നമുക്കറിയാം, അടുത്തിടെ കേരളത്തിൻ്റെ പലയിടങ്ങളിലും കാട്ടാന ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇതൊരു തുടർച്ചയായി ഉണ്ടാകുന്നു. പക്ഷെ പലതും വനമേഖലയിലാണെങ്കിൽ ഇത് വനമേഖലയിലാണ്, ജനവാസ മേഖലയിലാണ്. ആറളത്ത് ധാരാളമായി കാട്ടാനകൾ
ഈ വീട്ടുമുറ്റത്തേക്കൊക്കെ ഇറങ്ങി എത്തുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഈ 10 വർഷത്തിനിടെ 2009 മുതലാണ് കാട്ടാന ആക്രമണം ആരംഭിച്ചത്. അപ്പോൾ 9 മുതൽ ഈ 2025 വരെയും 14 പേർക്ക് ജീവൻ നഷ്ടമായ ഒരിടത്ത് എന്തുകൊണ്ട് ഇത്രയും മരണങ്ങൾ നടന്നിട്ടും ആനശല്യം പരിഹരിക്കാൻ ഒരു ഇടപെടൽ അല്ലെങ്കിൽ കൃത്യമായ ശാശ്വതമായ പരിഹാരത്തിനുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്നതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. വനംവകുപ്പിനെതിരെയായിരുന്നു ശക്തമായ പ്രതിഷേധം. ഇപ്പോഴും ഈ മേഖലയിൽ കാട്ടാനയുണ്ട്, നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തും ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് ആ വഴിക്ക് പോകാൻ തന്നെ ആളുകൾക്ക് ഭയമാണ്. ഒരു വൈകുന്നേരം 4 മണിക്ക് ശേഷം ആർളം ഫാമിൽ ഉള്ളിലൂടെ യാത്ര ചെയ്യാൻ ആളുകൾക്ക് സാധിക്കില്ല, വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ ആളുകൾക്ക് സാധിക്കില്ല. രാവിലെ ഒരു 7 മണിയായി കഴിഞ്ഞാൽ മാത്രമാണ് ആനകൾ വന്യജീവി സങ്കേതത്തിലേക്ക് പോകുക. അത്രയും നേരം ഈ ആർളം ഫാമിൽ തമ്പടിച്ചു നിൽക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ ദമ്പതിമാരായ 80 വയസ്സുള്ള വെള്ളിയും 75 വയസ്സുള്ള ഈ ലീലയും ഇവർ ഈ കശുവണ്ടി ശേഖരിക്കാനായിട്ടാണ് അവിടേക്ക് എത്തിയത്. അപ്പോൾ കശുവണ്ടി ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു രണ്ടുപേരെയും. അപ്പോൾ ആ പ്രദേശത്ത് ഈ കശുവണ്ടി കാലമാകുമ്പോൾ ധാരാളം ആനകൾ കൂട്ടമായി അവിടേക്ക് എത്തുന്നൊരു അവസ്ഥയുണ്ട്. എന്തായാലും ഈ ഒരു ആർളം ഫാമിലെ ജനങ്ങളുടെ ദുരന്ത അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ. അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി നീക്കുപോക്കുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുകയും വേണം.